മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എല്ലാവർക്കും മാർഗദീപമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ആ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ അവിടെ പരിവർത്തിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഏറ്റവും ഉദാത്തമായ ഒരു സമൂഹമാക്കി, ഒരു സമുദായമാക്കി പരിവർത്തിപ്പിച്ചെടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ടമിടറിക്കുന്ന, അവൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി എന്നറിഞ്ഞപ്പോൾ പ്രവാചകന്റെ സ്വഹാബത്തിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും, അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പോലും കൃത്യമായി ധാരണയില്ലാത്ത രൂപത്തിൽ പ്രവാചകന്റെ ഏറ്റവും അരിമ ശിഷ്യനായിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സമചിത്തത കൈവെടിയുകയാണ്. അതാ പ്രവാചകൻ മരിച്ചുവെന്ന് ആര് പറഞ്ഞു അവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയുന്നിടത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് അവിടെ കൃത്യമായി ആ സാഹചര്യത്തെ അറിഞ്ഞ് ഇടപെട്ട് അവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആരെങ്കിലും പ്രവാചകനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരെങ്കിലും ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മരിക്കാത്തവനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ വേള ഇന്നൽ വഹ്യ ഖദ് ഇൻഖതഅത്, അതാ ആകാശ ലോകത്ത് നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് നീട്ടിയിട്ട വഹയിന്റെ കയറ് അതതാ മുറിഞ്ഞു പോയിരിക്കുന്നു. അത്രയും ദുഃഖകരമായ മദീന, ഇരുളടഞ്ഞുപോയ, എല്ലാവരും കരഞ്ഞുപോയ ആ ദുഃഖത്തിന്റെ, വ്യസനത്തിന്റെ, വിഷമത്തിന്റെ ചരിത്രവും ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്.